Organic light emitting diode. Its organic light emitting diode or OLED is an electronic device made by placing films of organic compound between conducting layers. When electrical current is applied, a bright light is emitted and it consists of the following parts. First, transparent glass substrate layer which support organic LED. ഇതിൻ്റെ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സബ്സ്ട്രേറ്റ് ലെയർ ഉണ്ട്, ദെൻ ടോപ്പിലായിട്ട് സീലുണ്ട്. ഇതാണ് ഒരു ഓർഗാനിക് LED ക്രോസ് സെക്ഷനായിട്ട് നമുക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ദെൻ മുകളിൽ കാഥോഡ്, സബ്സ്ട്രേറ്റിൻ്റെ അവിടെ അടുത്തായിട്ട് സബ്സ്ട്രേറ്റിൻ്റെ തൊട്ട് മുകളിൽ ആനോഡുണ്ട്. കാഥോഡിൻ്റെ തൊട്ടടുത്ത് എമിസീവ് ലെയറുണ്ട്. ആനോഡിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. ഈ ഒരു ഓർഗാനിക് LED എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കുക. സിമ്പിളായിട്ടുള്ള ഡയഗ്രാമാണ്. ഇതിൽ ഓർഗാനിക് LED ക്രോസ് സെക്ഷനായിട്ടുള്ള ഡയഗ്രാമാണ്. ഡയഗ്രാം വരച്ചിട്ട് ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. സിമ്പിളായിട്ടുള്ള നോട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ദെൻ പാർട്സായിട്ട് പറയുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ഒരു സബ്സ്ട്രേറ്റ് ലെയർ പറഞ്ഞു. ദെൻ ആനോഡ് വിച്ച് ആഡ്സ് holes or removes electrons when a current flows through the device. Example, indium titanium oxide. Then layer of conducting polymer which transport holes from anode. This layer is also called hole transport layer, HTL എന്ന് പറയുന്നു. എക്സാമ്പിൾ ആയിട്ട് പോളി അനിലിൻ മെയിനായിട്ട് പോളിമറാണ് ഇതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടക്റ്റിംഗ് പോളിമേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഈ പോളിമേഴ്സിൻ്റെയൊക്കെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഓർഗാനിക് LED കൊടുത്തിരിക്കുന്നത്. ദെൻ എമിസീവ് ലെയർ ഓഫ് ഇലക്ട്രോലുമിനിസെൻറ്റ് മെറ്റീരിയൽ ലൈക്ക് പോളിഫ്ലൂറിൻ that transport electrons from cathode. It is also known as electron transport layer or ETL. Then a cathode which injects electrons when current flows. Example, aluminum or copper. Then എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. when a voltage is applied, that means ഈ ഡയോഡ് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് കാഥോഡ് റിസീവ്സ് ഇലക്ട്രോൺസ് ഫ്രം പവർ സോഴ്സ് ആൻഡ് ആനോഡ് ലോസസ് ഇലക്ട്രോൺസ്. ഈ ഡയഗ്രത്തിൽ കാഥോഡ് ആനോഡ് ഉണ്ടെന്നറിയാം. ഈ ഡയോഡിന് പവർ ഓൺ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് cathode receives electrons from power source and anode loses electrons. രണ്ട് ഓപ്പോസിറ്റാണ് നടക്കുന്നത്. കാഥോഡിന് ഇലക്ട്രോൺ കിട്ടുന്നു, പവർ സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടുന്നു. അതേസമയം ആനോഡ് എന്ത് ചെയ്യുന്നു, അത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. ഓർ ആഡ്സ് ഹോൾ, അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജായ ഹോൾസിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ദി ആഡഡ് ഇലക്ട്രോൺസ് മേക്കിംഗ് ദ എമിസീവ് ലെയർ നെഗറ്റീവ്ലി ചാർജ്ഡ്. കാഥോഡിൻ്റെ അടുത്തുള്ള എമിസീവ് ലെയർ എന്ത് ചെയ്യുന്നു, പവർ ഓൺ ചെയ്യുന്ന സമയത്ത് അതും കൂടെ നെഗറ്റീവ് ചാർജായിട്ട് മാറുന്നു. ആൻഡ് ദ കണ്ടക്റ്റീവ് ലെയർ ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ്. ആനോഡിൻ്റെ അടുത്തുള്ള കണ്ടക്റ്റീവ് ലെയർ പോസിറ്റീവ് ചാർജായിട്ടും കാഥോഡിൻ്റെ അടുത്തുള്ള എമിസീവ് ലെയർ നെഗറ്റീവ് ചാർജായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അവിടെ നടക്കുക ചെയ്യുന്നത്. ദെൻ വെൻ ഹോൾ മീറ്റ്സ് ആൻ ഇലക്ട്രോൺ, ഒരു ഹോള് ഒരു ഇലക്ട്രോണായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർവേഡായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹോളും ഇലക്ട്രോണും മീറ്റ് ചെയ്യുമ്പോൾ the charge cancel out, releases a brief burst of energy in the form of quantum of light or photon. ഈ ഒരു ഹോളും ഒരു ഇലക്ട്രോണും ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ട് ഒറ്റ പോയിന്റിൽ നിന്ന് അത് മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബ്രീഫ് ബേസ്റ്റ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ക്വാണ്ടം ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റിൻ്റെ മീൻസ് ലൈറ്റായിട്ട് ഒരു എനർജി ഫോം നമുക്ക് അപ്പിയർ ചെയ്യുന്നു. ഒരു ഫോട്ടോൺ എന്നൊക്കെയുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നു ലൈറ്റ് എനർജി ആയിട്ട്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റീകോമ്പിനേഷൻ. ഈ പ്രോസസ്സിനെയാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആസ് ലോങ് ആസ് കറണ്ട് ഫ്ലോസ്, ഓർഗാനിക് LED പ്രൊഡ്യൂസസ് കണ്ടിന്യൂസ് ലൈറ്റ് ബിക്കോസ് റീകോമ്പിനേഷൻ പ്രോസസ് occur many times in a second. ഓരോ സെക്കൻഡിൽ തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ റീകോമ്പിനേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ലൈറ്റാണ് ഈ ഓർഗാനിക് LED എന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓർഗാനിക് LEDയുടെ ഒരു എക്സ്പ്ലനേഷൻ. അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് ഏറ്റവും സിമ്പിളായിട്ടാണ് നോട്ട് കൊടുത്തിരിക്കുന്നത്.
ഇതിൽ തന്നെ എക്സ്പ്ലനേഷൻ ആണെങ്കിലും ഈ ഒരു ഓർഗാനിക് LED ചോദിച്ചു കഴിഞ്ഞാൽ എസ്സേ ടൈപ്പ് ആണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം വരയ്ക്കുക, ഇതിൻ്റെ ഓരോ ലെയേഴ്സ് ലേബിൾ ചെയ്യുക, ദെൻ പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഡോട്ട്സ് അങ്ങനെയൊക്കെ കൊടുത്ത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം ഓരോ ലെയേഴ്സിനെയും. അതിൻ്റെ വർക്കിംഗ് എഴുതുക. ദെൻ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? Power consumption is very less, small and thin, light and flexible, generate good quality light colors, versatile and available in many colors. These are cold lighting sources as they do not generate any heat. ഇതിങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഹീറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ഡയോഡ് ടച്ച് ചെയ്യാനോ, അതായത് കോൾഡ് ലൈറ്റിംഗ് ആണ് കിട്ടുന്നത്. ദെൻ ഓർഗാനിക് LED നോർമലായിട്ടുള്ള LED വെച്ചിട്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓർഗാനിക് LED ഡിസ്പ്ലേ ക്യാൻ ബി പ്രിൻറ്റഡ് ഓൺ ക്ലോത്ത്സ് ആൻഡ് ഫാബ്രിക്സ് ബൈ ഇങ്ക് ജെറ്റ് പ്രിൻറ്റിംഗ്. ദിസ് ടെക്നോളജി വിൽ ഹെൽപ്പ് ഇൻ ക്യാരിങ് ഹ്യൂജ് ഡിസ്പ്ലേസ് ഇൻ അവർ ഹാൻഡ്സ്. ഹാൻഡ്സിൽ തന്നെ വലിയൊരു ഡിസ്പ്ലേ കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ദെൻ മാനുഫാക്ചർ ഓഫ് ഓർഗാനിക് LED ഈസ് ഹൈലി എക്കണോമിക്കൽ ആൻഡ് ഈസ് മോർ എഫിഷ്യൻറ്റ്. ഇതൊക്കെ എന്താ ഓർഗാനിക് LEDയുടെ അഡ്വാൻറ്റേജസ് ഓവർ നോർമൽ LEDs ആൻഡ് LCDs. It can be watched from an angle nearly 90 degrees without any difficulty. Then no backlight is produced. അതുകൊണ്ട് വേസ്റ്റേജ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓർഗാനിക് LED has a refresh rate of 1,00,000 Hz, which is 9,900 Hz greater than an LCD display. The response time is less than 0.01 microsecond. LCD needs a response time of 1 microsecond. ഇത്രയും ആണ് നോർമലായിട്ടുള്ള LCDയും LED വെച്ചിട്ടൊക്കെയുള്ള ഓർഗാനിക് LEDയുടെ അഡ്വാൻറ്റേജസ്. ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്: യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ക്രീൻസ് ഓഫ് സ്മാർട്ട് വാച്ചസ്, മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, TVs. High light output of organic LED favors the readability in sunlight. Uses in car radios and digital cameras. ഇത്രയാണ് ഓർഗാനിക് LED. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.